നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പെരിങ്ങോട്ടുകരയിൽ പോലീസ് സ്റ്റേഷൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ കൺവെൻഷൻ സംഘടിപ്പിച്ചു. ചന്ദ്രാപിനിയിൽ മൊബൈൽ ഷോപ്പിലെത്തിയ യുവാവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിൽ 2 പേർ അറസ്റ്റിൽ. തളിക്കുളത്തെ ഡിവൈഡറിൽ പിക്കപ്പ് വാൻ ഇടിച്ചു കയറി അപകടം. ഡ്രൈവർക്ക് ഗുരുതര പരിക്ക്. തളിക്കുളത്തെ കടലിൽ കുളിക്കാനിറങ്ങിയ യുവാവ് മുങ്ങി മരിച്ചു. വാർത്തകൾ വിശദമായി. പെരിങ്ങോട്ടുകരയിൽ പോലീസ് സ്റ്റേഷൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ കൺവെൻഷൻ സംഘടിപ്പിച്ചു. പെരിങ്ങോട്ട് സോമശേഖർ ക്ഷേത്ര ഹാളിൽ നടന്ന പരിപാടി ഗീതാ ഗോപി എം എൽ എ ഉദ്ഘാടനം ചെയ്തു. താനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് NA പീതാംബരൻ അധ്യക്ഷനായി. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതിലക്ഷ്മി വസന്തൻ, ചാഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷില്ലി ജിജുമോൻ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ KP സന്ദീപ്, സലിജ സന്തോഷ്, പെരിങ്ങോട്ട് ശ്രീനാരായണാശ്രമം സെക്രട്ടറി സ്വാമി ദിവ്യാനന്ദഗിരി, KM കിഷോർ കുമാർ, പ്രകാശൻ കണ്ടങ്ങത്ത്, രാജൻ ബാബു കാരാട്ടുപറമ്പിൽ എന്നിവർ പ്രസംഗിച്ചു. ചന്ദ്രാപിനിയിൽ മൊബൈൽ ഷോപ്പിലെത്തിയ യുവാവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിൽ 2 പേർ അറസ്റ്റിൽ. ചന്ദ്രാപിനി കണ്ണനാകുളം സ്വദേശി ഏറാക്കൽ വീട്ടിൽ സൂരജ്, ഒല്ലൂർ പൊന്നുക്കര സ്വദേശി പുറങ്ങാപ്പറമ്പിൽ വീട്ടിൽ വിഷ്ണു എന്നിവരെയാണ് കൈപ്പുങ്ങലം പോലീസ് ഇൻസ്പെക്ടർ KT ബിജിത്തും സംഘവും അറസ്റ്റ് ചെയ്തത്. ഞായറാഴ്ച വൈകിട്ട് 7 മണിയോടെയായിരുന്നു സംഭവം. മൊബൈൽ ഷോപ്പിലെത്തിയ ചാമക്കാല സ്വദേശി കൊച്ചിക്കാട്ട് വീട്ടിൽ യദുവിനെയാണ് ഇവർ കുത്തിപ്പരിക്കേൽപ്പിച്ചത്. ചന്ദ്രാപിനി പടിഞ്ഞാറ് ഭാഗത്തുള്ള മൊബൈൽ ഷോപ്പിലെത്തിയ യദുവിനെ മധ്യയിലെത്തിയ ഇവർ ഗുണ്ടാപിരിവ് ആവശ്യപ്പെട്ട് ആക്രമിക്കുകയായിരുന്നു. കീ ചെയിനിലുണ്ടായിരുന്ന കത്രിക കൊണ്ടായിരുന്നു ആക്രമണം. മർദ്ദിച്ച ശേഷം യദുവിൽ നിന്ന് 1000 രൂപയും തട്ടിയെടുത്തു. ഷോൾഡറിലും പുറത്തും കുത്തേറ്റ യദു ആശുപത്രിയിൽ ചികിത്സ തേടി. സംഭവം അറിഞ്ഞെത്തിയ കൈപ്പുങ്ങലം പോലീസ് ഇരുവരെയും കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്തു. ചന്ദ്രാപിനിയിൽ 5ലധികം കടകളിൽ ഇവർ ഗുണ്ടാപിരിവ് നടത്തിയതായി പോലീസ് പറഞ്ഞു. സൂരജും വിഷ്ണുവും നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതികളാണ്. പ്രതികളെ വൈകിട്ട് കോടതിയിൽ ഹാജരാക്കി. തളിക്കുളത്തെ ഡിവൈഡറിൽ പിക്കപ്പ് വാൻ ഇടിച്ചു കയറി അപകടം. ഡ്രൈവർക്ക് ഗുരുതര പരിക്ക്. പുത്തൻതോട് ടോൾ പ്ലാസയ്ക്ക് സമീപം പുതിയ ദേശീയപാതയിൽ പിക്കപ്പ് വാൻ ഡിവൈഡറിന് വേണ്ടി പണി നടക്കുന്ന കമ്പിക്കൂട്ടത്തിലേക്ക് ഇടിച്ചു കയറി കാലിൽ കമ്പി തുളച്ചു കയറി ഡ്രൈവർക്ക് ഗുരുതര പരിക്കേറ്റു. മലപ്പുറം സ്വദേശി 22 വയസ്സുള്ള സിനാനാണ് അപകടത്തിൽപ്പെട്ടത്. ഫയർഫോഴ്സ് എത്തിയാണ് കാലിലെ കമ്പി മുറിച്ചു മാറ്റിയത്. തുടർന്ന് തളിക്കുളം മെക്സിക്കൻ ആംബുലൻസ് പ്രവർത്തകർ ഇയാളെ തൃശൂരിലെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി മലപ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഞായറാഴ്ച രാത്രി 8 മണിയോടെയായിരുന്നു അപകടം. തളിക്കുളത്തെ കടലിൽ കുളിക്കാനിറങ്ങിയ യുവാവ് മുങ്ങി മരിച്ചു. കോയമ്പത്തൂർ സ്വദേശി 27 വയസ്സുള്ള തമിഴളകൻ ആണ് മരിച്ചത്. ഞായറാഴ്ച ഉച്ചയ്ക്ക് 2:30 കടലിൽ കുളിക്കുന്നതിനിടെ കാണാതായ യുവാവിന്റെ മൃതദേഹം 5 മണിയോടെ കണ്ടെത്തുകയായിരുന്നു. കോയമ്പത്തൂരിൽ നിന്ന് വിനോദയാത്രക്കെത്തിയ 13 പേരടങ്ങുന്ന സംഘത്തിലെ അംഗമാണ് തമിഴളകൻ. കൂട്ടുകാരുമൊത്ത് കടലിൽ കുളിക്കുന്നതിനിടെ ശക്തമായ തിരമാലയിൽപ്പെട്ട് യുവാവ് ഒഴുക്കിൽപ്പെടുകയായിരുന്നുവെന്നാണ് വിവരം.
കാണാതായ യുവാവിനായി നാട്ടുകാരും ലൈഫ് ഗാർഡുമാരും ചേർന്ന് 2 മണിക്കൂറോളം നടത്തിയ തിരച്ചിലിലാണ് സമീപ പ്രദേശത്തു നിന്നും മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റി. വാടാനപ്പള്ളിയിൽ കടലാക്രമണം രൂക്ഷം. 20 വീടുകളിൽ വെള്ളം കയറി. സീവാൾ റോഡ് തകർന്നു. 20 വീടുകളിൽ വെള്ളം കയറി. സീവാൾ റോഡ് 400 മീറ്ററോളം തകർന്നു. നിരവധി തെങ്ങുകളും വൈദ്യുതി തൂണുകളും കടപുഴകി. വെള്ളവും വെളിച്ചവും യാത്രാ സൗകര്യവുമില്ലാതെ കടലോര നിവാസികൾ ദുരിതത്തിലായിട്ടും അനുകൂലമായ ഒരു നടപടിയും ഉണ്ടായില്ലെന്നാണ് ആക്ഷേപം. ഫസൽ നഗർ മുതൽ പൊക്കാഞ്ചേരി ബീച്ച് വരെയാണ് കടലാക്രമണം രൂക്ഷമായത്. കഴിഞ്ഞ ദിവസം വരെ വാഹനങ്ങൾ പോയിരുന്ന ഫസൽ നഗറിലെ സീവാൾ റോഡാണ് ഒലിച്ചുപോയത്. വേലിയേറ്റത്തിൽ തിരയടിച്ച് വെള്ളം കരയിലേക്ക് കയറുകയാണ്. കര തുറന്ന് വെള്ളം കയറുന്നതോടെയാണ് സീവാൾ റോഡ് തകർന്നത്. ഇവിടെ തെങ്ങുകൾ കടപുഴകി വീണുകൊണ്ടിരിക്കുകയാണ്. സമീപം താമസിക്കുന്ന മത്സ്യത്തൊഴിലാളിയായ വടക്കൻ മോഹനന്റെ വീട്ടിലേക്ക് വെള്ളം കയറുന്നത് തടയാൻ മോഹനൻ തന്നെ പുലർച്ചെ എഴുന്നേറ്റ് മണിക്കൂറോളം പാടുപെട്ട് മണ്ണ് കോരി നിരത്തിക്കൊണ്ടാണ് വീടിന് താൽക്കാലിക സംരക്ഷണം ഒരുക്കിയത്. വെള്ളം ഇനിയും കയറിയാൽ വീടിന് നിലംപൊത്തുന്ന അവസ്ഥയാണ്. സമീപത്തെ മറ്റു വീടുകളുടെ അവസ്ഥയും ഇതുതന്നെ. ഇവിടെ പേരിന് മാത്രമാണ് കരിങ്കല്ല് നിരത്തിയത്. കടലാക്രമണം കാരണം മോഹനൻ 1.5 മാസമായിട്ട് പണിക്ക് പോകാറില്ല. മത്സ്യം വിൽപ്പന നടത്തുന്ന ബൈക്ക് അടക്കം 2 വാഹനങ്ങളും മോഹനൻ കടലാക്രമണ ഭീഷണി മൂലം അകലെയുള്ള മറ്റു വീടുകളിലേക്ക് കയറ്റി വെച്ചിരിക്കുകയാണ്. കയറി ചെല്ലാൻ ഇടമില്ലാത്ത മോഹനും കുടുംബവും കടലോരത്തെ ഈ വീട്ടിൽ തന്നെയാണ് പേടിച്ചു കഴിയുന്നത്. കടലാക്രമണം കാരണം നാശം വിതച്ചിട്ടും സർക്കാരോ പഞ്ചായത്തോ കരിങ്കല്ലിടാനോ വെള്ളം എത്തിക്കാനോ അടക്കമുള്ള വേണ്ട നടപടി കൈക്കൊള്ളുന്നില്ലെന്ന് കടലോര നിവാസികൾ പറയുന്നു. MLA അടക്കമുള്ള ജനപ്രതിനിധികൾ സ്ഥലം സന്ദർശിക്കുകയല്ലാതെ സഹായകരമായ ഒരു നടപടികളുമില്ല. കളക്ടർ ഇനിയും സന്ദർശനം പോലും നടത്തിയിട്ടില്ല. ബന്ധപ്പെട്ടവർക്ക് പലതവണ പരാതി നൽകിയിട്ടും ഒരു നടപടിയുമില്ല. സീവാൾ റോഡ് തകർന്നതോടെ ഒറ്റപ്പെട്ട് യാത്ര ദുരിതവും ഏറിയതായി ഇവർ പറഞ്ഞു. കടലാക്രമണം മൂലം വീടുകൾ തകരാതിരിക്കാൻ അടിയന്തിരമായി കരിങ്കല്ല് നിരത്തണമെന്നും കുടിവെള്ളം എത്തിക്കണമെന്നും കടലോര നിവാസികൾ പറഞ്ഞു. NSS കരയോഗം തളിക്കുളത്തിന്റെ നേതൃത്വത്തിൽ ആക്സ് തൃപ്രയാർ ബ്രാഞ്ചിനുള്ള ധനസഹായം കൈമാറി. ചടങ്ങിൽ കരയോഗം പ്രസിഡന്റ് വി ഗോപാലകൃഷ്ണനിൽ നിന്നും ആക്സ് സെക്രട്ടറി സന്തോഷ് മാടക്കായി ധനസഹായം ഏറ്റുവാങ്ങി. കരയോഗം പ്രസിഡന്റ് വി ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ക്യാപ്റ്റൻ പി ശശീന്ദ്രൻ നായർ, ട്രഷറർ സി സുധീർ, കമ്മിറ്റി അംഗങ്ങളായ എ കൃഷ്ണകുമാർ, വി മുകുന്ദൻ, മുരളീധരൻ PV, വനിതാ സമാജം പ്രസിഡന്റ് ടി നിർമ്മല, സെക്രട്ടറി ലതിക രവീന്ദ്രനാഥ്, മറ്റ് സമുദായ അംഗങ്ങളും ആക്സ് ജോയിന്റ് സെക്രട്ടറി അഭയ് തൃപ്പയാർ, എക്സിക്യൂട്ടീവ് അംഗം MS സതീഷ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. അഖില കേരള ധീവരസഭ കൊടുങ്ങല്ലൂർ താലൂക്ക് പ്രവർത്തക സമ്മേളനവും AK പീതാംബരൻ അനുസ്മരണവും സംഘടിപ്പിച്ചു. കയ്പമംഗലം ഫിഷർമെൻസ് ബാങ്ക് ഹാളിലാണ് സമ്മേളനം. ധീവരസഭ സംസ്ഥാന ജനറൽ സെക്രട്ടറി വി ദിനകരൻ ഉദ്ഘാടനം ചെയ്തു. ധീവരസഭ താലൂക്ക് പ്രസിഡന്റ് ദിവാകരൻ കുറുപ്പത്ത് അധ്യക്ഷനായി. സംസ്ഥാന പ്രസിഡന്റ് MV വാരിരാക്ഷൻ മുഖ്യപ്രഭാഷണം നടത്തി. നേതാക്കളായ PN ബാലകൃഷ്ണൻ, മണി കാവുങ്ങൽ, KV തമ്പി, ഷാജു തലാശ്ശേരി, PV ജനാർദ്ദനൻ, AR ശിവജി, TV ശ്രീജിത്ത്, KK ജയൻ, ഹരിദാസ് കൊച്ചിക്കട്ട തുടങ്ങിയവർ സംസാരിച്ചു. മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും നൽകി. നമ്മൾ ആളുകൾ കൂടുന്ന അവസരത്തിലൊക്കെ അദ്ദേഹത്തിന് പറയാനുള്ളത് ജീവനസഭയെ കുറിച്ചായി, ജീവനസഭയുടെ പ്രവർത്തനങ്ങളെ കുറിച്ചായി. അങ്ങനെയുള്ള AKPയുടെ തിരോധാനം നമ്മെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മുറിവാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ജൂലൈ മാസം എന്ന് പറയുന്നത് നമ്മുടെ സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രാധാകൃഷ്ണൻ നമ്മെ വിട്ടുപിരിഞ്ഞത് ജൂലൈ മാസം 5-ാം തീയതിയാണ്. നമ്മുടെ ട്രഷറർ ശ്രീ PK സുധാകരൻ നമ്മളെ വിട്ടുപിരിഞ്ഞത് ജൂലൈ മാസം 1-ാം തീയതിയാണ്. AKP നമ്മളെ വിട്ടുപിരിഞ്ഞത് അത് ജൂലൈ മാസത്തിലാണ്. ഇപ്പം മിക്കവാറും താലൂക്കുകളിലും ജില്ലകളിലും കരയോഗങ്ങളെല്ലാം തന്നെ ഒരു പ്രധാന പരിപാടിയായി ഇത് മാറിയിരിക്കുകയാണ്. വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ചിടത്തോളം മാറ്റങ്ങൾ ഉണ്ടായി എന്നുള്ളത് ഏവരും സമ്മതിക്കുന്ന കാര്യമാണ്. SNDP യോഗം കയ്പമംഗലം ബീച്ച് ശാഖയിൽ 18ാമത് വാർഷിക പൊതുയോഗവും 12ാമത് ഗുരുദേവ വിഗ്രഹ പ്രതിഷ്ഠാ ദിന ആചരണവും നടത്തി. വരവൂർ കുണ്ടുകാട്ടിൽ കുമാരൻ, ഭാര്യ ലളിത, വെട്ടുകാട്ടിൽ രഘു എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വരവൂരിൽ നിന്നും കുഴഞ്ഞു വീണ രോഗിയുമായി വരുന്നതിനിടയിൽ എതിരെ വന്ന കാറിന് സൈഡ് കൊടുക്കുകയായിരുന്ന ആംബുലൻസ് സമീപത്തെ സൂചനാ ബോർഡിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. വടക്കാഞ്ചേരി കുന്നംകുളം സംസ്ഥാന പാതയിലെ കാഞ്ഞിരക്കോട് നിയന്ത്രണം വിട്ട ആംബുലൻസ് 3 പേർക്ക് പരിക്കുണ്ടാക്കി. ബുള്ളറ്റ് യാത്രികരായ വെങ്കിടങ്ങ്, കരുവന്തല സ്വദേശികളായ അക്ഷയ്, നിഖിൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
ചൂണ്ടൽ ഭാഗത്തു നിന്നും കുന്നംകുളത്തേക്ക് പോവുകയായിരുന്ന കാറിന് പുറകിൽ ഇതേ ദിശയിൽ നിന്ന് വന്ന ബുള്ളറ്റ് ഇടിക്കുകയായിരുന്നു. കാർ പെട്ടെന്ന് ബ്രേക്ക് ഇട്ടതാണ് അപകടത്തിന് കാരണമെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. കൂറ്റനാട് സ്വദേശിയുടെ കാറാണ് അപകടത്തിൽപ്പെട്ടത്. കാണിപ്പയ്യൂർ ബദനിക്കേറ്റത്തിൽ കാറും ബുള്ളറ്റും കൂട്ടിയിടിച്ച് യുവാക്കൾക്ക് പരിക്കേറ്റു. കരുവന്നൂർ സ്വദേശി ഷമീറാണ് നെടുപുഴ പോലീസിന്റെ പിടിയിലായത്. ഇയാളിൽ നിന്നും 25 ഗ്രാം MDMA കണ്ടെടുത്തു. നെടുപുഴ SI PC സുരേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ഒരു ഇടവേളയ്ക്ക് ശേഷം വാർത്താ നേരം തുടരും. നിങ്ങളുടെ ലാപ്ടോപ്പിന്റെ പെർഫോമൻസ് കുറഞ്ഞു, ലാപ്ടോപ്പിൽ ചാർജിംഗ് കപ്പാസിറ്റി കുറഞ്ഞു. വിഷമിക്കേണ്ട, ലാപ്ടോപ്പുകളുടെയും കമ്പ്യൂട്ടറുകളുടെയും ഏതു പ്രശ്നങ്ങളും ഉടനടി റിപ്പയർ ചെയ്തു കൊടുക്കുന്നു. കൂടാതെ എല്ലാവിധ കമ്പ്യൂട്ടർ അനുബന്ധ കണക്ടറുകളും കേബിളുകളും ഇവിടെ ലഭിക്കുന്നു. വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള റിപ്പയറിലെ ഏക സ്ഥാപനം ലൈവ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ലാപ്ടോപ്പ് റിപ്പയറിംഗ് സെന്റർ. ഫോൺ 9946048988. വാർത്താ നേരം തുടരുന്നു. കാപ്പ കേസ് പ്രതി MDMAയുമായി പിടിയിൽ. ദേശമംഗലം വരവട്ടൂർ സ്വദേശിനി വരമംഗലത്ത് വീട്ടിൽ നാസറിന്റെ മകൾ 19 വയസ്സുള്ള അസ്നയാണ് മരിച്ചത്. പിലാക്കാടുള്ള ബന്ധുവീട്ടിൽ വിരുന്നിന് വന്ന അസ്ന കൂട്ടുകാരുമൊത്ത് വീടിനടുത്തുള്ള കുളത്തിൽ കുളിക്കാനിറങ്ങുകയായിരുന്നു. തുടർന്ന് ബഹളം കേട്ട് പ്രദേശത്തുള്ളവർ ഓടിയെത്തിയപ്പോഴാണ് അപകട വിവരം അറിയുന്നത്. പിന്നീട് എരുമപ്പെട്ടി പോലീസും ഫയർഫോഴ്സും നടത്തിയ തിരച്ചിലിലാണ് അസ്നയുടെ മൃതദേഹം കണ്ടെത്തിയത്. വരവൂർ പിലാക്കാട് കൂട്ടുകാരുമൊത്ത് കുളത്തിൽ കുളിക്കാനിറങ്ങിയ യുവതി മരിച്ചു. അരുവായി MD കോളേജിനു സമീപം താമസിക്കുന്ന മാടക്കപ്പറമ്പിൽ 50 വയസ്സുള്ള സിബി, മകൾ 18 വയസ്സുള്ള അലീന എന്നിവരാണ് മരിച്ചത്. ഗുരുതരാവസ്ഥയിലായ ഭാര്യ ബീന, മകൻ ആദിത്യൻ എന്നിവർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സിബിയെ കിണറ്റിലും മകളെ വീടിനകത്ത് തൂങ്ങി മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയത്. ഭാര്യയും മകനും വിഷമുള്ളിൽ ചെന്ന നിലയിലുമായിരുന്നു. വിദേശത്ത് ജോലി ചെയ്തിരുന്ന സിബി ജോലി നഷ്ടപ്പെട്ടതിനെ തുടർന്നാണ് നാട്ടിലെത്തിയത്. കടുത്ത സാമ്പത്തിക ബാധ്യതയാണ് ആത്മഹത്യക്ക് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. വിവരമറിഞ്ഞതിനെ തുടർന്ന് കുന്നംകുളം ഫയർ സ്റ്റേഷൻ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ബെന്നി മാത്യുവിന്റെ നേതൃത്വത്തിലുള്ള അഗ്നിരക്ഷാ സേനാ സംഘം സ്ഥലത്തെത്തിയാണ് ഗൃഹനാഥന്റെ മൃതദേഹം പുറത്തെടുത്തത്. കുന്നംകുളം പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. കുന്നംകുളം പഴഞ്ഞിയിലെ ഒരു കുടുംബത്തിലെ 4 പേർ ആത്മഹത്യക്ക് ശ്രമിച്ചു. പിതാവും മകളും മരിച്ചു. ബ്ലാങ്ങാട് ജുമായത്ത് പള്ളിക്ക് സമീപം പള്ളത്തുമനക്കൽ അബ്ദുൾ കരീമിന്റെ വീട്ടിലാണ് ഞായറാഴ്ച വൈകിട്ട് കവർച്ച നടന്നത്. 5.5 പവൻ സ്വർണ്ണാഭരണങ്ങളും പണവുമാണ് നഷ്ടപ്പെട്ടത്. വീട്ടുകാർ വിവാഹത്തിൽ പങ്കെടുക്കാൻ പോയപ്പോഴായിരുന്നു സംഭവം. വീടിന്റെ മുകളിലത്തെ നിലയിലെ ഗ്രില്ല് പൊളിച്ച് അകത്തു കയറിയ മോഷ്ടാക്കൾ വാതിൽ തകർത്ത് താഴത്തെ നിലയിലെ അലമാരിയിൽ സൂക്ഷിച്ചിരുന്ന ആഭരണങ്ങളും പണവും കവരുകയായിരുന്നു. ചാവക്കാട് പോലീസും വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ചാവക്കാട് ബ്ലാങ്ങാട് വീട് കുത്തി തുറന്ന് കവർച്ച. ഒഡീഷ സ്വദേശി സഞ്ജീവ് മഹാപൂരിനെയാണ് തൃശൂർ റേഞ്ച് ഇൻസ്പെക്ടർ സിജോ വർഗീസിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. ഒരു തവണ കഞ്ചാവ് കൊണ്ടുവന്നെത്തിക്കുന്നതിന് 10,000 രൂപ പ്രതിഫലം കിട്ടുമെന്ന് പ്രതിമൊഴി നൽകി. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ AP പ്രവീൺ കുമാർ, NR രാജു, AS ഗിരീഷ് എന്നിവർ കഞ്ചാവ് പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. തൃശൂർ നഗരത്തിൽ വീണ്ടും കഞ്ചാവ് വേട്ട. പൂത്തോൾ പിയാൽ ക്വാർട്ടേഴ്സിന് സമീപത്തു നിന്ന് 5 കിലോ കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളിയെ അറസ്റ്റ് ചെയ്തു. മല്ലേശ്വമംഗലം അംബേദ്കർ ഗ്രാമം സ്വദേശി പ്രസാദ് മകൻ ആർദ്രവാണ് മരിച്ചത്. തിരുവല്ലാമല മല്ലേശ്വമംഗലത്ത് അച്ഛനോടൊപ്പം വീട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന 1.5 വയസ്സുകാരൻ മരിച്ചു. നെല്ലുവായി പടിഞ്ഞാറൻ തീരത്ത് വീട്ടിൽ സബിത, ബൈക്ക് യാത്രികനായ മുള്ളൂർക്കര സ്വദേശി കുറുവാൻ വീട്ടിൽ ജിഷ്ണു എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ എരുമപ്പെട്ടി ആക്സ് പ്രവർത്തകർ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എരുമപ്പെട്ടി സെന്റ് മേരീസ് ആശുപത്രിക്ക് സമീപം റോഡ് മുറിച്ചു കടക്കുന്നതിനിടയിൽ കാൽനട യാത്രക്കാരൻ ഉൾപ്പെടെ 2 പേർക്ക് പരിക്കേറ്റു. കിഴക്കേ നടക്ക് സമീപം താമസിക്കുന്ന മറ്റൂക്കാരൻ വിൻവിന്റെ മകൻ രുദ്രവ് ശങ്കറിനാണ് പരിക്കേറ്റത്. കിഴക്കേ നടകിൽ തമ്പടിച്ചിരുന്ന നായ്ക്കളുടെ കൂട്ടത്തിൽ ഒരു നായ രുദ്രവിനെ കടിക്കുകയായിരുന്നു. കാലിൽ പരിക്കേറ്റ രുദ്രവ് ചാലക്കുടി സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടി. അന്നമനട മഹാദേവ ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയ 13-കാരന് തെരുവുനായുടെ കടിയേറ്റു. നാട്ടിക യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്നാത്ത് ഉദ്ഘാടനം ചെയ്തു. ശാഖാ പ്രസിഡന്റ് KV ശങ്കരനാരായണൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ യൂണിയൻ വൈസ് പ്രസിഡന്റ് PV സുദീപ് കുമാർ മൊമെന്റോ നൽകി അനുമോദിച്ചു. PSC മുഖേന ഗവൺമെന്റ് ജോലിയിൽ പ്രവേശിച്ചവരെ യൂണിയൻ സെക്രട്ടറി മോഹനൻ കണ്ണമ്പുളി ആദരിച്ചു. വിജയികൾക്ക് ക്യാഷ് അവാർഡ് വിതരണം യോഗം ബോർഡ് മെമ്പർ പ്രകാശ് കടവിൽ നിർവഹിച്ചു. ശാഖാ മെമ്പർമാർക്ക് സ്നേഹോപഹാരം വിതരണ യോഗം കൗൺസിലർ ജയന്തൽ പുത്തൂരും നിർവഹിച്ചു. ശാഖാ പ്രസിഡന്റ് KV രമേശ്, വൈസ് പ്രസിഡന്റ് PV അനിൽ, വനിതാ സംഘം പ്രസിഡന്റ് റീന അനിൽ എന്നിവർ സംസാരിച്ചു. ശ്രീനാരായണപുരം പഞ്ചായത്തിൽ നാട്ടുകാർക്ക് ഭീഷണിയാകുന്ന തെരുവുനായ ശല്യത്തിന് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പഞ്ചായത്ത് ഓഫീസ് മാർച്ച് നടത്തി.
യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സലീം കൈപ്പമംഗലം മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ സിറാജ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ കെ ആർ അശോകൻ, കെ ഹൈദ്രോസ്, കോൺഗ്രസ് നേതാക്കളായ ആർ ബി മുഹമ്മദ് അലി, സി വി ജയലക്ഷ്മി, സൈനുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു. വാടാനപ്പള്ളി സ്വദേശി നസീബ് ദുബായിൽ നിന്ന് ബൈക്കിൽ ആരംഭിച്ച യാത്ര 70 ദിവസം പിന്നിട്ട് വാടാനപ്പള്ളിയിൽ എത്തിയതോടെ സഞ്ചാരിയും വാടാനപ്പള്ളി ഫ്രണ്ട്സ് അസോസിയേഷൻ അംഗവുമായ ബൈക്ക് യാത്ര മറ്റൊരു ചിത്രമായി. മനുഷ്യത്വം കൊണ്ട് അതിരുകളില്ലാതാക്കുക, സ്നേഹം കൊണ്ട് വിദ്വേഷങ്ങളെ നേരിടുക എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ട് മെയ് 3 രാവിലെ 8:30 ആണ് ദുബായിൽ നിന്ന് നസീബ് യാത്രയ്ക്ക് തുടക്കമിട്ടത്. 12 രാജ്യങ്ങളുടെ സംസ്കാരവും ഭൂപ്രകൃതിയും തൊട്ടറിഞ്ഞുള്ള യാത്രയായിരുന്നു അത്. വാടാനപ്പള്ളി പുതിയ വീട്ടിൽ അഹമ്മദ് ഹാജിയുടെ മകനായ നസീബ് ദുബായിൽ ഇന്റീരിയർ ഡിസൈനറാണ്. യാത്ര കഴിഞ്ഞെത്തിയ നസീബിന് വാടാനപ്പള്ളി പൗരാവലി ഊഷ്മള സ്വീകരണം നൽകി. സ്വീകരണം സമ്മേളനം പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം സുധീർ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി എം നൌഷാദ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹേമലത പ്രതാപൻ, സി ബി സുനിൽകുമാർ, സുധർമ്മൻ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പെരിങ്ങോട്ടുകരയിൽ പോലീസ് സ്റ്റേഷൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ കൺവെൻഷൻ സംഘടിപ്പിച്ചു. ചന്ദ്രാപിനിയിൽ മൊബൈൽ ഷോപ്പിലെത്തിയ യുവാവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിൽ 2 പേർ അറസ്റ്റിൽ. തളിക്കുളത്തെ ഡിവൈഡറിൽ പിക്കപ്പ് വാൻ ഇടിച്ചു കയറി അപകടം, ഡ്രൈവർക്ക് ഗുരുതര പരിക്ക്. തളിക്കുളത്തെ കടലിൽ കുളിക്കാൻ ഇറങ്ങിയ യുവാവ് മുങ്ങി മരിച്ചു. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.